എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന അരി വിഹിതങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ഇത് കിട്ടില്ല, ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കുക, റേഷൻ കടയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന കാര്യങ്ങളല്ല. റേഷൻ കടയിൽ നിന്ന് മാത്രമല്ല റേഷൻ കാർഡുള്ളവർക്ക് ആനുകൂല്യമുള്ളത്. സംസ്ഥാന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നതാണ്. 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഇപ്പോൾ 2-3 മാസമായിട്ട് ആരംഭിച്ചിട്ടുള്ള 20 കിലോ റേഷൻ അരി കൂടി ഈ സപ്ലൈകോ, മാവേലി സ്റ്റോറുകളിൽ നിന്നും സപ്ലൈകോ, പീപ്പിൾ ബസാറുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ലഭ്യമാണ്. ഇത് ഉൾപ്പെടെയുള്ള അരിയുടെ കണക്കാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് 94 ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകളാണുള്ളത്. ഇതിൽ പകുതിയോളം പേർ പോലും സപ്ലൈകോയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് പല ആളുകളും പറയുന്നത്. അതായത് പകുതിയിലധികം ആളുകൾ ഇത് ലഭിക്കുമോ ഇല്ലയോ എന്നറിയാൻ സപ്ലൈകോ സന്ദർശിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള വിഹിതങ്ങളാണ് നിങ്ങൾ വാങ്ങുക. ഇല്ല എങ്കിൽ ഇത് ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. സംസ്ഥാനത്തെ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ സബ്സിഡി സാധനങ്ങളും അതുപോലെ തന്നെ ഈ അരികളെല്ലാം ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുക 32 കിലോ വരെ. ഏറ്റവും അരി കുറവ് ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡിനാണ്, നമ്മളെ റേഷൻ കടയിൽ നിന്നും. ആ റേഷൻ കാർഡിന് പോലും ഒരു മാസം റേഷൻ കടയിലെ അരി ഉൾപ്പെടെ 32 കിലോ അരി ലഭിക്കും. പല വിലക്കാണ് അത് ലഭിക്കുന്നത്, അത് നമുക്ക് പറയാം. അപ്പോൾ ഓരോ റേഷൻ കാർഡിനും എത്ര അരി ലഭിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. റേഷൻ കടയിൽ നിന്നും ഏറ്റവും കുറവ് അരി ലഭിക്കുന്ന വെള്ള റേഷൻ കാർഡിന്റെ കാര്യം തന്നെ എടുക്കാം. വിശേഷ അവസരങ്ങളിൽ സ്പെഷ്യൽ അരി നൽകാറുണ്ട് എങ്കിൽ 2 കിലോ അരിയാണ് സാധാരണ സമയത്ത് വെള്ള റേഷൻ കാർഡിന് ലഭിക്കാറുള്ളത്. ക്രിസ്മസിനോടനുബന്ധിച്ച് 10 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിച്ചിരുന്നു എങ്കിൽ ഈ ജനുവരിയിൽ അത് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. എന്നാൽ സപ്ലൈകോയിലെ കാര്യം മറിച്ചാണ്. എല്ലാ റേഷൻ കാർഡുള്ളവർക്കും തുല്യമായിട്ട് തന്നെയാണ് സപ്ലൈകോയിൽ നിന്നും വിഹിതങ്ങൾ ലഭിക്കുന്നത്. സബ്സിഡി അരിയായിട്ട് 8 കിലോ അരി ലഭിക്കുന്നതാണ്. 2 തവണയായിട്ട് വാങ്ങണം എന്നുള്ള ഒരു വിരോധാഭാസം ഉണ്ട്. അതായത് 2 തവണ സപ്ലൈകോ സന്ദർശിക്കണം. ആദ്യത്തെ 15 ദിവസം, പിന്നീടുള്ള 15 ദിവസം, അങ്ങനെ 4 കിലോ വീതം വാങ്ങണം. അത് 33 രൂപ നിരക്കിലാണ്. ജയ, കുറുവ, മട്ട ഇവയിൽ ഏത് അരിയാണെന്ന് വെച്ചാൽ വാങ്ങാം. 50 രൂപയിലധികം വില വരുന്ന അരികളാണ് ഇവ. അത് 33 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതുകൂടാതെ 2 കിലോ പച്ചരിയും കൂടി ഓരോ മാസവും ലഭിക്കുന്നതാണ്. 29 രൂപയാണ് നൽകേണ്ടത്. ഇത് സബ്സിഡി അരിയാണ്. ഇതിനു പുറമെ 20 കിലോ അരി 25 രൂപ നിരക്കിൽ, ഒരു കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതായത് 20 കിലോ അരി 500 രൂപക്ക് ലഭിക്കുന്നതാണ്. ഇത് സാധാരണ അരി, റേഷൻ കടയിലൂടെ ലഭിക്കുന്ന അരിയാണ്. ജയ, കുറുവ, മട്ട പോലുള്ള അരിയല്ല, റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്ന അതേ ടൈപ്പ് അരിയാണ് 25 രൂപ നിരക്കിൽ ലഭിക്കുന്നത്. അങ്ങനെ ഈ അരിയെല്ലാം ചേർത്ത് വെള്ള റേഷൻ കാർഡിന് 32 കിലോ അരി ഈ മാസം ലഭിക്കും. കൂടുതൽ അരി റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുകയാണെങ്കിൽ അധിക അരി ലഭിക്കുന്നതാണ്. നീല റേഷൻ കാർഡിന്റെ കാര്യം വരികയാണെങ്കിൽ ഓരോ റേഷൻ കാർഡിൽ അംഗങ്ങൾക്കും 2 കിലോ വീതം അരിയാണ് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നത്. 2 അംഗങ്ങളുണ്ടെങ്കിൽ 4 കിലോ അരിയാണ് ഉണ്ടാവുക. അംഗബലം കൂടുന്നതിനനുസരിച്ച് റേഷൻ അരിയുടെ അളവിൽ കൂടുതലുണ്ട്. അത് നീല റേഷൻ കാർഡിന് മാത്രമല്ല, പിങ്ക് റേഷൻ കാർഡിനും അതുപോലെ തന്നെയാണ്. പിങ്ക് റേഷൻ കാർഡിന് അധികം ഓരോ വ്യക്തിക്കും 4 കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ്. ഓരോ അംഗം കൂടുമ്പോഴും അളവ് കൂടുന്നതാണ്. ഇതിന് പുറമെയാണ് സപ്ലൈകോ വിഹിതങ്ങൾ. മഞ്ഞ റേഷൻ കാർഡിന് ഫിക്സഡ് അരിയാണ്, 30 കിലോ അരിയാണ് ലഭിക്കുന്നത്. ഇതിന് പുറമെയാണ് സപ്ലൈകോയിൽ നിന്നും ഈ അരി വേണമെങ്കിൽ വാങ്ങേണ്ടത്. അത് സാധാരണഗതിയിൽ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ആവശ്യമായി വരാറില്ല. ഇതൊക്കെ അരിയുടെ കാര്യമാണ്. ഇതിന് പുറമെ ഇപ്പോൾ റേഷൻ കടയിൽ നിന്നും എല്ലാവർക്കും ആട്ടയുണ്ട്, മണ്ണെണ്ണയുമുണ്ട്. ഇതുകൂടാതെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ, അരിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്, മറ്റ് ഇനങ്ങൾ കൂടി നമുക്ക് നോക്കാം. ചെറുപയർ 85 രൂപ, ഉഴുന്ന് 87 രൂപ, കടല 63 രൂപ, വൻപയർ 68 രൂപ, തൂവരപ്പരിപ്പ് 85 രൂപ, മുളക് 1 കിലോ 136 രൂപ 50 പൈസ, മല്ലി അര കിലോ 40 രൂപ 95 പൈസ, പഞ്ചസാര 34 രൂപ, വെളിച്ചെണ്ണ 1/2 ലിറ്റർ സബ്സിഡിയും 1/2 ലിറ്റർ സബ്സിഡി ഇല്ലാതെയും 1 ലിറ്റർ പാക്കാണ് ലഭിക്കുക. അതിന് 309 രൂപയാണ് നിലവിലെ വില. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അരിയാണ് ജയ അരി, കുറുവരി, മട്ടരി. ഇവ 33 രൂപ നിരക്കിൽ ഇഷ്ടമുള്ളത് വാങ്ങാം. 8 കിലോ ആണ്, 2 തവണയായിട്ട് വാങ്ങണം. പച്ചരി 29 രൂപ നിരക്കിലും വാങ്ങാവുന്നതാണ്. കാണാം. അതുവരേക്കും ബൈ.